വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ദോശയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ദോശയുടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 തക്കാളിയാണ് ഞാൻ മുറിച്ചിടുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ 1 എടുത്താൽ മതി. ഇതിപ്പം കുറച്ച് വലുതായതുകൊണ്ട് ഒരു പകുതി ഭാഗം മുറിച്ചിട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത ബാറ്ററാണിത്. ഇതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇതിലേക്ക് ഒരു 1/2 മുറി സവാള കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില, ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ചുട്ടെടുക്കുന്ന സമയത്ത് തവയിൽ അങ്ങനെ ഓയിൽ പുരട്ടാറില്ല, ഞാൻ ബാറ്ററിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണോളം ഓയിൽ ബാറ്ററിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചുടുന്ന സമയത്ത്. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തവ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 തവി ബാറ്റർ ഒഴിച്ചിട്ട് ചെറുതായിട്ട് അങ്ങൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഹോൾസൊക്കെ വരാൻ തുടങ്ങും. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 5 സെക്കൻഡോളം അടച്ച് വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ദോശയൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ. ഈ ഒരു ദോശയ്ക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല, പക്ഷേ ചട്നി സൈഡിലുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും ഒരേ രീതി ചെയ്യുമ്പം ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യാൻ പറ്റുന്ന ദോശ തന്നെയാണ്. തക്കാളിയുടെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്